സിനിമയുടെ തുടക്കത്തിൽ ഇവർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നു. ഇവരിപ്പോൾ കോളേജിൽ നിന്നും ട്രിപ്പ് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഇവരിനെയും കാത്ത് പുറത്ത് അവളുടെ ഫ്രണ്ട് കാറിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവർ വന്നതിന് ശേഷം അവർ രണ്ടുപേരും കാറിൽ പോവുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചൊക്കെ പോകുന്നതിനിടയിൽ ഇവരിൻ്റെ ഫ്രണ്ടിൻ്റെ ബാലൻസ് തെറ്റി കാർ ഒരു സൈക്കിളുകാരനെ ഇടിക്കുകയാണ്. അങ്ങനെ ആ സൈക്കിളുകാരനെ ഇടിച്ചതും ഇവർ പെട്ടെന്ന് തന്നെ പുറത്ത് വന്നിട്ട് അവനോട് മാപ്പ് പറയുന്നുണ്ട്. അത് വേറെ ആരുമല്ലായിരുന്നു, അവരുടെ കൂടെ തന്നെ പഠിക്കുന്ന റാൻഡൽ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കോളേജിൽ പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾ റാൻഡലിന് നേരെ ഡ്രിങ്ക്സ് വലിച്ചെറിയുന്നു. ഇതോടെ നമുക്ക് മനസ്സിലാക്കാം റാൻഡലിനെ മറ്റു വിദ്യാർത്ഥികൾക്ക് അത്ര ഇഷ്ടമല്ല എന്ന്. പിന്നീട് ആ സീൻ കട്ടായിട്ട് എല്ലാവരും ഇപ്പോൾ ട്രിപ്പിന് പോകാനായി ബസ്സിലേക്ക് കയറുന്നതാണ്. അങ്ങനെ ബസ്സിൽ കയറുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ മൊബൈലുകൾ ടീച്ചർ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അവരെ ബസ്സിൽ പ്രവേശിച്ചത്. അങ്ങനെ അവരെല്ലാം ബസ്സിൽ കയറുന്നു. ഇപ്പോൾ അവരുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ യാത്ര പകുതിയാകുമ്പോഴേക്കും ടീച്ചർ ഒന്ന് ഉറങ്ങിപ്പോകുന്നു. അപ്പോൾ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് ബസ് ഒരു കുണ്ടിൽ കീഞ്ഞതും ടീച്ചർ ഞെട്ടി ഉണരുകയാണ്. അപ്പോൾ ടീച്ചർ നോക്കുമ്പോൾ കാണുന്നത് അവർ തെറ്റായ റൂട്ടിൽ പോകുന്നതാണ്. അങ്ങനെ ബസ് ഡ്രൈവർ മറുപടി പറയുന്നു, ഞാൻ ശരിയായ റൂട്ടിലാണ് പോകുന്നത്, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതിയെന്ന്. അതൊരു കാട് തന്നെയായിരുന്നു. അവർ നടുകാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇരിക്കെ ബസ്സിൻ്റെ മിററിൽ ഒരു ദ്രാവകം വന്ന് വീഴുകയാണ്. അത് വീണത് കൊണ്ട് തന്നെ ബസ് ഡ്രൈവറുടെ കൺട്രോൾ തെറ്റി ബസ് ഒരു സ്ഥലത്ത് ഇടിക്കുന്നു. കാരണം ഡ്രൈവർക്ക് പുറത്തുള്ളതൊന്നും കാണാൻ കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ബസ് ഇടിച്ചത്. അങ്ങനെ ആ ആക്സിഡൻറ്റിൽ കുറച്ച് പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. അവർ എത്തിപ്പെട്ടതൊരു നടുകാട്ടിലാണ്. അവിടെ മുഴുവനായി ഇപ്പോൾ പുക മൂടുകയാണ്. അവർക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് ബസ്സിലുള്ള റേഡിയോയിൽ നിന്നും ഒരു സൗണ്ട് കേൾക്കുന്നത്. അതായത് ലോകം മുഴുവനായി ഒരു കെമിക്കൽ വൈറസ് പടർന്നിരിക്കുകയാണ്, എല്ലാവരും ഒന്ന് അലേർട്ടായിരിക്കുക, പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക എന്നാണ് ആ വോയിസിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ബസ്സിൻ്റെ ഡോറിൽ ഒരു രക്തക്കൈ കാണുകയാണ്. അവർ ഡോറിന് മുട്ടുകയാണ്. അപ്പോൾ ടീച്ചർ അത് തുറക്കാൻ പോകുന്നു. കുട്ടികൾ ടീച്ചറെ തടയുന്നുണ്ടെങ്കിലും ടീച്ചർ അതൊന്നും കേൾക്കാതെ തുറക്കുകയാണ്. ഡോറ് തുറന്നതും അവർ കാണുന്നത് ഒരു സോംബിയെയാണ്. അങ്ങനെ ആ സോംബി ടീച്ചറിന് നേരെ കുതിക്കുന്നു. അതിനുശേഷം ടീച്ചറെ ആ സോംബി ആക്രമിക്കുകയാണ്. ഇത് കണ്ട് പേടിച്ച കുട്ടികൾ പുറകിലത്തെ ഡോറ് വഴി രക്ഷപ്പെടുകയാണ്. അങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ടു. എന്നാൽ ഒരു കുട്ടി മാത്രം ആ ബസ്സിലായി പോകുന്നു. അങ്ങനെ അവളെ ഇവർ സഹായിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇവരിനെ കൊണ്ടും സഹായിക്കാൻ കഴിയുന്നില്ല. അവൾ അതിൽ കുടുങ്ങിപ്പോകുന്നു. ഇപ്പോൾ കുട്ടികൾ കുറച്ച് നടന്ന് ഒരു ബിൽഡിങ് കാണുകയാണ്. അങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറുന്നു. എന്നിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. എന്നാൽ അവർ അവിടെ ആരെയും കാണുന്നില്ല. ആ ബിൽഡിംഗ് ഒരു പേടിപ്പെടുത്തുന്ന ബിൽഡിംഗ് തന്നെയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന മെറ്റീരിയൽസൊക്കെ വെച്ച് എല്ലാ വാതിലുകളും അടയ്ക്കുകയാണ്. അതിനുശേഷം എല്ലാവരും ജനലിൽ കൂടി നോക്കുന്നു. അപ്പോൾ അവർ ജനലിൽ കൂടി നോക്കുമ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. അതായത് അവരുടെ ഫ്രണ്ട്, ആ ബസ്സിൽ കുടുങ്ങിയ ഫ്രണ്ട് അവരെയും തേടി വരുന്നത്. അങ്ങനെ അവർ അവളെ വിളിച്ചെങ്കിലും അവളത് കേൾക്കുന്നില്ല. പിന്നെ ഇവർ ഒച്ചത്തിൽ വിളിക്കുന്നു. എന്നാൽ അവളത് കേട്ട് അവരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ആ സോംബി വന്ന് അവളെ ആക്രമിക്കുകയാണ്. അവളെ ആക്രമിക്കുന്നത് കണ്ടതും ഇവരിന് അങ്ങോട്ട് പോയി അവളെ രക്ഷിക്കണമെന്നുണ്ട്. എന്നാൽ എല്ലാവരും ഇവരിനെ തടയുകയാണ്. അപ്പോഴാണ് അവർ നിൽക്കുന്ന ബിൽഡിങ്ങിന് നേരെ ഡ്രൈവർ വരുന്നത്. ഡ്രൈവറും ഇപ്പോൾ സോംബി ആയിട്ടുണ്ട്. അങ്ങനെ ഡ്രൈവർ വാതിലും പൊട്ടിച്ച് അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറി എല്ലാവരും ആ ഡ്രൈവർ സോംബിയിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പോൾ അവർ രക്ഷപ്പെട്ട ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ അവിടെയും ഒരു രക്ഷയുമില്ല. സോംബികൾ അങ്ങോട്ടും എത്തി. അപ്പോഴാണ് എല്ലാവരും ഒരു ചെറിയൊരു വഴി കാണുന്നത്. അങ്ങനെ എല്ലാവരും അതിലൂടെ പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ രണ്ടുപേർ മാത്രം അവിടെ ആയി പോകുകയാണ്. അങ്ങനെ രണ്ടുപേരും സോംബികളോട് കുറേ പൊരുതുന്നു. എന്നാൽ ഒരുത്തനെ മാത്രം സോംബി കൊണ്ടുപോവുകയാണ്. മറ്റവൻ സ്വയം രക്ഷക്കായി ആ ചെറിയ വഴിയിൽ കൂടി പോകുന്നു. അങ്ങനെ ആ ചെറിയ വഴിയിൽ കൂടി പോയി അവൻ മറ്റുള്ളവരുടെ അടുക്ക എത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. എൻ്റെ മുമ്പിൽ വെച്ചാണ് എൻ്റെ സുഹൃത്തിനെ ആ സോംബികൾ കൊണ്ടുപോയത്, എനിക്കവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അവൻ എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നു, അതൊന്നും സാരമില്ല, നീ വിഷമിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നു. അതിനിടയിൽ അവിടേക്ക് ഡ്രൈവർ സോംബി വരികയാണ്. അങ്ങനെ അവൻ വന്ന് ഇവരുടെ ഫ്രണ്ടിന് നേരെ തിരിയുന്നു. അപ്പോൾ ഇവർ കയ്യിൽ കിട്ടിയ ഒരു സാധനം എടുത്ത് അതിനെ തല്ലുന്നു. അങ്ങനെ അത് ബോധം കെട്ട് നിലത്ത് വീഴുകയാണ്. അതിനുശേഷം റാൻഡൽ ആ സോംബിയുടെ ശ്വാസം നിലക്കുന്നതുവരെ അടിക്കുകയാണ്. അങ്ങനെ അത് മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നു. ഈ സമയം അവരുടെ കൂട്ടത്തിലുള്ള ഡാനി എന്ന് പറയുന്ന ഒരുത്തൻ അങ്ങോട്ടേക്ക് വരികയാണ്. അവന് സോംബിയുടെ ആക്രമണം ഏറ്റിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവനോട് ചോദിക്കുവാണ്, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നാലും
ഇവിടെ മുഴുവനായി സോംബി വൈറസ് പകർന്നിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന്. അതിനിടയിൽ അങ്ങോട്ടേക്ക് തടിച്ചൊരു സോംബി വരികയാണ്. എന്നിട്ട് ഡാനിയെ ആക്രമിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ബിൽഡിങ്ങിന് താഴെ പോയിരിക്കുകയാണ്. അങ്ങനെ ഡാനി മരിച്ചെന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് ഡാനി എഴുന്നേറ്റ് വരുന്നത്. എന്തൊക്കെയോ കാട്ടി എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായിരിക്കുകയാണ് ഡാനിക്കും സോംബി വൈറസ് ഏറ്റിട്ടുണ്ടെന്ന്. അങ്ങനെ ഇപ്പോൾ ഇവർ പറയുന്നു, നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ഫോണുകൾ എടുക്കണം. നമ്മുടെ ഫോണുകളൊക്കെ ഉള്ളത് ബസ്സിലാണ്. അതെങ്ങനെയെങ്കിലും എടുക്കണം. അതിനായി ഞാൻ പോകാമെന്ന് പറയും. അപ്പോൾ റാൻഡലിൻ്റെ ഫ്രണ്ട് പറയും, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാമെന്ന്. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും പോകാൻ തയ്യാറാകുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഉപകരണങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഒരു സുരക്ഷയ്ക്കായി. ഇവരും റാൻഡലിൻ്റെ ഫ്രണ്ടും വളരെ ശ്രദ്ധയോടെയാണ് പോകുന്നത്. സോംബികളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അവർ ഇപ്പോൾ ബസ്സിലെത്തുന്നു. അപ്പോൾ ബസ്സിൽ കയറി പിന്നീട് ഇവർ ആ മൊബൈൽ വെച്ച കവർ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അത് റാൻഡലിൻ്റെ ഫ്രണ്ടിന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് റേഡിയോൻ്റെ സൗണ്ട് കേൾക്കുകയാണ് ഇവർ. അങ്ങനെ അതിൻ്റെ അടുത്ത് പോകുകയാണ്. ഒരേ ശബ്ദം തന്നെ ആയതുകൊണ്ട് ഇവരിന് ഡൗട്ട് വന്ന് അത് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കാസറ്റ് കിട്ടുകയാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലാവുകയാണ് ഇതൊക്കെ ആരുടെയോ പ്ലാനാ, അവരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന്. ഇതാരാ ചെയ്തതെന്ന് ഇവരിന് പിടികിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ പുറകിൽ നിന്നും റാൻഡലിൻ്റെ ഫ്രണ്ട് ഇവരിനെ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് റാൻഡലിൻ്റെ ഫ്രണ്ടും കൂടി ചെയ്ത പണിയാണ് ഇതൊക്കെയെന്ന്. റാൻഡലിനെ എല്ലാവരും അവഗണിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരിങ്ങനെ ചെയ്തത്. അവർ കൂട്ടിനായി ഒരു ഡ്രഗ് ഡീലറെയും കൂട്ടിയിട്ടുണ്ട്. ആ ബസ് ഡ്രൈവറും അവരുടെ ആളാണ്. ഡ്രഗ് ഡീലർ ഒരു മരുന്നുണ്ടാക്കി എല്ലാവരെയും സോംബിയാക്കി എല്ലാവർക്കും ഇഞ്ചക്റ്റ് ചെയ്ത് കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഇപ്പോൾ റാൻഡലിൻ്റെ ഫ്രണ്ടും പറയുകയാണ് നമ്മൾക്ക് എല്ലാവരോടും സോംബി ആയവരെയൊക്കെ കൊല്ലാൻ പറയാമെന്ന്. അതിനു മുമ്പേ ഇവർ ചെയ്യുന്നത് സോംബികളെ കൊണ്ട് പിടിപ്പിച്ച കുട്ടികളെയൊക്കെ ഒരു കൂട്ടിൻ്റെ അകത്ത് അടച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്തു നിന്നും എല്ലാവർക്കും ഇഞ്ചക്റ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരെയും അതിൻ്റെ അകത്ത് വെച്ച് തന്നെ കൊല്ലാമെന്നാണ് ഇവരുടെ പ്ലാന്. അങ്ങനെ ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഇവറിന് ബോധം വന്നതാണ്. അങ്ങനെ അവൾ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവളെ ആ ഡ്രഗ് ഡീലർ തടയുന്നുണ്ട്. എന്നാൽ അവൾക്ക് കയ്യിൽ കിട്ടിയ ഒരു സാധനം എടുത്ത് ആ ഡ്രഗ് ഡീലറിനെ അടിച്ച് അവൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് വരികയാണ്. ഇപ്പോൾ റാൻഡലും അവൻ്റെ ഫ്രണ്ടും എല്ലാവർക്കും ഓരോരോ ആയുധങ്ങൾ കൊടുക്കുന്നു. എന്നിട്ട് എല്ലാ സോംബികളെയും കൊല്ലണം, നമ്മളിൽ പലരും സോംബികളായിരിക്കുകയാണ്, ഇവിടെ മുഴുവനായി സോംബികളായെന്നും പറഞ്ഞ് ആ കൂട് തുറക്കുമ്പോൾ ഇവർ അങ്ങോട്ട് വന്ന് തടയുകയാണ്. അതിനുശേഷം ഇവർ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. റാൻഡലും അവൻ്റെ ഫ്രണ്ടും ചെയ്ത പണിയാണ് ഇതൊക്കെ, നമ്മളെ കൊടുക്കാൻ എന്നൊക്കെ പറയുകയാണ്. അവൻ്റെ പ്രതികാരമാണ് ഇതെന്നൊക്കെ പറയുന്നു. അപ്പോൾ റാൻഡൽ പറയുന്നു ഇവൾ സോംബിയാണെന്ന്. അതിനുശേഷം റാൻഡലിൻ്റെ സുഹൃത്ത് അവളെ അടിക്കാൻ നോക്കുമ്പോൾ അവനെ പിടിച്ച് ഇവരെല്ലാം കൂട്ടിലിടുകയാണ്. അതിനുശേഷം റാൻഡലിനെ അവർ ആ കൂട്ടിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇഞ്ചക്റ്റ് ചെയ്ത് ആ കൂട്ടിൻ്റെ അകത്താക്കുന്നു. ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എല്ലാവരും പഴയതുപോലെ ആകുകയാണ്. അവരുടെ ഇൻഫെക്ഷനൊക്കെ പോയി അവരെല്ലാം പുറത്തു വരുന്നു. അതിനുശേഷം അവർ ബസ്സിൽ നോക്കുമ്പോൾ അവരുടെ ടീച്ചറും മരണപ്പെട്ടിട്ടില്ലായിരുന്നു, അവർക്കും ജീവനുണ്ട്. പിന്നീട് കാണുന്നത് റാൻഡലിനെയും അവൻ്റെ ഫ്രണ്ടിനെയും ഒരു സീനിയർ ടീച്ചർ ഉപദേശിക്കുന്നതാണ്. അതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു.